ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കാര്യം ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം അറിയാമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മേ പ്രിയങ്ക ഇവന്റെ ഭാര്യയാവുന്നത്? അവളെ കുറെ വിളിച്ചു വച്ചാ ഫോൺ എടുക്കുന്നില്ല. എടുക്കില്ല, കാണാനും വരില്ല. അവൾ എന്നോട് പൊറുക്കില്ല. അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം മോളെ. എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത് മാത്ര ആ പാവത്തിന്റെ ചെവിയിലെപ്പോ ഉള്ളത്. കുറച്ചു സമയം അവൾ അച്ഛന്റെ അടുത്ത് വന്നിരുന്നാല് അച്ഛനെ സംസാരിച്ച് അവളുടെ മനസ്സ് ശുദ്ധമാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വരാം. ഒരാളുടെയും മനസ്സ് വേദനിക്കരുതെന്ന് അച്ഛന്. ഇപ്പോഴത്തെ വേദന അവൾ മറന്നേ പറ്റൂ. യാഥാർത്ഥ്യം അതല്ലേ? മതി മോളെ, ഇനി കുറച്ച് കഴിയട്ടെ. ഞാനിപ്പോ തന്നെ നേരിട്ട് പോവാം. ഞാൻ അവളെ അച്ഛന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എന്നാ മോള് പോയിട്ട് വാ. അച്ഛൻ കഴിച്ചോ മോളെ? കഴിച്ചു അമ്മേ. അച്ഛന് പ്രിയങ്കയെ കാണണമെന്നാ പറയുന്നത്. കൂട്ടിക്കൊണ്ടുവരാന്ന് ഞാൻ അച്ഛന് വാക്ക് കൊടുത്തു. എങ്ങനെ? അവള് കണിമംഗലത്തുണ്ടാകുമല്ലോ. കണിമംഗലത്തുനിന്ന് പടിയിറക്കിയാ പിന്നെ എങ്ങനെയാ ആ പടി തിരിച്ചു ചവിട്ടുന്നത്? നാണമില്ലാത്തവർക്ക് ചെന്ന് കയറാം. ആട്ടിയാലും തുപ്പിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ജന്മന അന്തസ്സില്ലാത്തവർക്കേ അതും ഒരു അലങ്കാരമാ. അമ്മേ, എനിക്ക് കണിമംഗലത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ചെന്ന് വരുണിനെ കാണാം. എന്നിട്ട് എങ്ങനെയെങ്കിലും പ്രിയയും കൂട്ടി ഞാൻ തിരികെ വരുള്ളൂ. സൂക്ഷിക്കണേ മോളെ. പിന്നെ സൂക്ഷിക്കണം. നാശം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ എണ്ണത്തിനെയും സൂക്ഷിക്കണം. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. പ്രിയങ്ക ഏകദേശം ഇപ്പൊ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടാവണം. അവളെയും തേടിയ ഒരുത്തിയുടെ പോക്ക്. കണ്ടുപിടിച്ചത് തന്നെ. എന്താ ചെറിയമ്മേ, സുഖാണോ? ഇവിടെയോ? ഇവിടെ ഇപ്പൊ അങ്ങനൊരു വാക്കില്ല കൽപ്പന. അച്ഛൻ വിളിച്ചു വരുത്തിയതാ ഞങ്ങളെ. ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്ത്? വരുൺ, വരുൺ. നേരം വെളുത്തപ്പ മുതല് പ്രിയങ്ക കാണാനില്ല. അവൾ അമ്പലത്തിൽ പോയതാണെന്നും പറഞ്ഞാ തെരച്ചില്. എനിക്ക് സംശയം വരുണ്യാ. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല ചെറിയമ്മേ. നീ വാ. ഇനി എന്തായാലും കണിമംഗലത്തെ കുറിച്ച് ആരും പ്രൗഢിയൊന്നും പറയില്ല. വാ. വരുൺ, അവനെവിടെ അമ്മേ? നീ വന്നു കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അവനോട് സംസാരിച്ചാ മതി. ഇപ്പൊ വന്നത് അവനോട് സംസാരിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ.
എന്തൊക്കെയാടാ കേൾക്കുന്നേ? സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാറുണ്ടല്ലോ. എന്നിട്ട് എന്താ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നേ? എങ്ങനെ പറയും? ഏട്ടനോട് അനിയന് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടന്നത്. ചെയ്യുന്നതിൽ നാണക്കേടില്ല, പക്ഷെ ഏട്ടനോട് പറയുന്നതിലാ ഇവന് നാണക്കേട് തോന്നുന്നത്. സൂര്യ, പറയാവുന്ന അത്ര ഞങ്ങൾ പറഞ്ഞു. പറയും തോറും ബഹളം കൂടുന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. നീയും രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണോ? അതെ. പ്രിയങ്കയെ ഉപേക്ഷിച്ച് അവളുടെ ഒപ്പം ജീവിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതെ. വിവാഹപ്പന്തലിൽ രാധികയാണ് നീ താലി കെട്ടി എന്നുള്ളത് സത്യമാണോ? സത്യം. ഈ കാര്യം ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം അറിയാമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മേ പ്രിയങ്ക ഇവന്റെ ഭാര്യയാവുന്നത്? ഇവന്റെ തീരുമാനമാണ് ശരി. ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനാണ് എനിക്കും ഇഷ്ടം. സൂര്യ എന്തായി വിളിച്ചു പറയുന്നേ? ആ, എന്തായാലും കേമായിട്ടുണ്ട്. ആ വരുൺ, ഈ നിലയ്ക്ക് ഇവര് രണ്ടുപേരെ മാത്രമല്ല വേറൊരാളെ കൂടി നോക്കിയാലും നിന്റെ ഏട്ടൻ അത് സമ്മതിച്ചു തരും. ഞാൻ അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ലെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാട്ടെത്തി. മനസ്സില് അത്തരം ചിന്തകളുള്ളവരെ തിരിച്ചറിയാനായിട്ട് ഏട്ടൻ പഠിപ്പിച്ചിട്ടുമില്ല. സൂര്യ, ഇതിനാണോ അച്ഛൻ നിന്നെ വിളിച്ചു വരുത്തിയത്? അല്ല, അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും. പക്ഷെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനും എനിക്കറിയാം.